ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2025 ജൂലൈ മാസം 1-ാം തീയതി മുതൽ തൽക്കാലം ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ബുക്ക് ചെയ്യുന്ന ആളുടെ ആധാർ വെരിഫൈഡ് ആയിരിക്കണം. അതായത് ആധാർ ഒതന്റിക്കേറ്റഡ് ആയിരിക്കുന്ന യൂസേഴ്സിന് മാത്രമേ തൽക്കാലം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ തൽക്കാലം ഓൾറെഡി ഒതന്റിക്കേറ്റഡ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ IRCTCയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ IRCTC ആപ്പിലേക്ക് വരും. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിനിൽ പോവാം. ലോഗിനിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ഇല്ല എങ്കിൽ ഈ പറയപ്പെടുന്ന ചേഞ്ച് അല്ലെങ്കിൽ രജിസ്റ്റർ യൂസർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം, ഫോർ എക്സാമ്പിൾ bubble@2 എന്ന് പറയുന്ന യൂസർ നെയിം, ഒരു പ്രോപ്പർ പാസ്വേഡ്, മെയിൽ ID, ഫോൺ നമ്പർ. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു OTP വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ OTP വെരിഫൈ ചെയ്ത് കഴിയും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ലോഗിൻ ചെയ്യാം. അങ്ങനെ കൂടി ജനറേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവും. ലോഗിൻ ആയി കഴിയുമ്പോൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അക്കൗണ്ടിനകത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒതന്റിക്കേറ്റ് യൂസർ. ഒതന്റിക്കേറ്റ് യൂസർ സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിനകത്ത് ആളുകളെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒന്നെങ്കിൽ യുവർ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആർ സക്സസ്ഫുള്ളി ഒതന്റിക്കേറ്റഡ് വിത്ത് ആധാർ എന്ന് കാണിക്കും. വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് റീവെരിഫൈ കൊടുക്കാം, റീവെരിഫിക്കേഷൻ കൊടുക്കാം. യുവർ പ്രൊഫൈൽ ഡീറ്റെയിൽ ഹാസ് ബീൻ ഓൾറെഡി ഒതന്റിക്കേറ്റഡ് വിത്ത് ആധാർ. അതിനുശേഷം ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് മൈ മാസ്റ്റർ ലിസ്റ്റിനകത്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ രണ്ടുപേരുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെരിഫൈഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, ഒന്ന് റീവെരിഫൈ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെരിഫൈഡ് മീൻസ് പാസഞ്ചർ ഈസ് ആധാർ വെരിഫൈഡ്. നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസഞ്ചർ ആധാർ എന്ന് പറയുന്നത് വെരിഫൈഡ് അല്ല. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ പോയി നമ്മൾ വെരിഫൈ ചെയ്യണം. പെൻഡിങ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ പെൻഡിങ് അല്ല. റീവെരിഫൈ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെരിഫിക്കേഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ആളുകളെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നാളെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഈ പറയപ്പെടുന്ന ആളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ആളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, താഴെ ID കാർഡ് നമ്പർ ടൈപ്പ് ഇടാം. അവിടെ ID കാർഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ ഒതന്റിക്കേറ്റഡ് ആയി കിട്ടും. ഇനി നിങ്ങൾ ഏതെങ്കിലും പാസഞ്ചറിനെ ആഡ് ചെയ്താലും അവരുടെ ഇൻഫർമേഷൻസ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ് വെച്ചിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാൻ കാർഡ് വെച്ചിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യാം. ഒതന്റിക്കേറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് 2021 ജൂൺ മാസം 1-ാം തീയതി മുതൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് തൽക്കാലം ബുക്കിംഗുകൾ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ആധാർ ഒതന്റിക്കേഷൻ ഫോർ IRCTC യൂസർ മാൻഡേറ്ററി ഫോർ ബുക്ക് തൽക്കാൽ ആൻഡ് പ്രീമിയം തൽക്കാൽ ഒതന്റിക്കേറ്റ് നൗ. മൈ അക്കൗണ്ടിൽ ഒതന്റിക്കേറ്റ് യൂസർ ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ഒതന്റിക്കേഷൻ നടത്തേണ്ടത്. ബൈ.